കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ ഇടിച്ചക്ക എന്ന് പറയുന്നത് ഏകദേശം പ്ലാവൽ ചക്കയുണ്ടായി ഏകദേശം 1 മാസത്തോളം മൂപ്പായ ചക്കയ്ക്കാണ് ഈ പിഞ്ച് ചക്ക, പൊട്ടി ചക്ക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അതെടുത്ത് പുറം മടൽ മാത്രം ചെത്തിക്കളഞ്ഞ് ബാക്കി ഉള്ളിലുള്ള എല്ലാം കൂടെ അരിഞ്ഞ് വേവിച്ച് നമ്മൾ ഇടിച്ചെടുത്തുണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നത്. ഇത് ഇടിയൻ ചക്ക എന്നും ഒക്കെ പറയാറുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നല്ല പോഷകസമൃദ്ധമായ ഒരു തോരനാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. cookWithSophie.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോയോളം വരുന്ന ഒരു പൊട്ടിച്ചക്ക. ഇടിച്ചക്കയെന്നും ഇടിയൻ ചക്കയെന്നും ഒക്കെ പല പേരിലാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. ഇതിനുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ മുറി തേങ്ങ ചുരണ്ടിയത്, കറിവേപ്പില, 3-4 വറ്റൽമുളക്, 5-6 പച്ചമുളക്, 4-5 വെളുത്തുള്ളി അല്ലി, 3-4 ചുവന്നുള്ളി, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, കടുക്, പിന്നെ പൊട്ടിക്കാൻ ഉഴുന്ന് പരിപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇനി നമുക്ക് ഈ ചക്കയൊന്ന് മുറിക്കാം. കയ്യിൽ അല്പം എണ്ണ തൂക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കറയെന്നോ അരക്കെന്നോ ഒക്കെ പല സ്ഥലത്തും പറയും. അത് കയ്യിലും പറ്റാതിരിക്കാനാണ് നമ്മൾ എണ്ണ പുരട്ടുന്നത്. ഇതുപോലെ ഇരിക്കും. കറ വരുന്നുണ്ട്. അതൊരു പേപ്പർ കൊണ്ട് നമുക്ക് തൂത്ത് കളയാം. ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് പേപ്പർ കൊണ്ട് തൂത്ത് കളയണം. ഈ ഇടിച്ചക്ക മുറിക്കുമ്പം തന്നെ ഇതിൻ്റെ കളർ മാറും. അത് സാരമില്ല, കളർ മാറിക്കൊണ്ടിരിക്കും ഇതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ പുറത്തെ തൊലി ഒന്ന് ചെത്തിക്കളയണം. ഇതിൻ്റെ അകത്തെ ഈ പാർട്സ് പൊട്ടായതുകൊണ്ട് ഇത് ചെത്തിക്കളയണ്ട. ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഇടിച്ചക്ക ശരിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറുന്നതിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് വേവിക്കണം. വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. ഇത് കഴുകുമൊന്നുമില്ല. കഴുകിയാൽ ഇത് അരക്കൊട്ടി പിടിക്കും ഇതിൻ്റെ അകത്തുനിന്ന്. അതുകൊണ്ട് ഇത് കഴുകരുത്. തൊലിയൊക്കെ ചെത്തി മാറ്റുന്നതാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇതിനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കണം.
ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും തീ കുറച്ചിട്ട് ഒരു വിസിലും, അങ്ങനെ 2 വിസിൽ കേൾക്കണം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇവിടെ ഉള്ളിയും മുളകും എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ഇത്രയും ചതഞ്ഞാൽ മതി. ഇനി അതിൻ്റെ അകത്തോട്ട് തേങ്ങയും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. തേങ്ങ ഒത്തിരി ചതയണ്ട, അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു വലിയ മുറി തേങ്ങ ചിരണ്ടിയതാണ്. ഇതിന് തേങ്ങ നല്ലവണ്ണം വേണം. ഇത് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം. ഇതുപോലെ തേങ്ങ ഇട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒത്തിരി ചതയുകയും ഒത്തിരി അരിയുകയും ചെയ്യരുത്. വെള്ളം ചേർക്കാതെ ഇരിക്കണം. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മളിത് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി പൊടിഞ്ഞു പോകരുത്. മിക്സിയിലിട്ട് അരച്ചാൽ അരഞ്ഞു പോകും. അങ്ങനെ വരരുത്. ഇത് ഇതുകൊണ്ടോ അല്ലെങ്കിൽ ഇടികല്ലിൽ വെച്ചോ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ചതഞ്ഞ് കിട്ടണം ഒന്ന്. ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് ഞെക്കിയാലും മതി ശരിക്ക്. ഇതുപോലെ ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം. നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. ഏകദേശം ഒരു 1.5-2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടായ എണ്ണയിലേക്ക് കടുകിടാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഇതിലേക്ക് 3-4 വറ്റൽമുളക് മുറിച്ചിടാം. അല്പം കറിവേപ്പില ചേർക്കാം. ഈ ഉഴുന്ന് പരിപ്പൊന്ന് ചുമന്ന് വരണം. പരിപ്പൊന്ന് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാം. ഈ തേങ്ങാക്കൂട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം. ഒത്തിരി മൊരിയണ്ടെങ്കിലും ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ ചെറു തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയാൽ മതി. നമുക്ക് ഈ അരപ്പിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചക്കയ്ക്ക് ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നാലും ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഈ അരപ്പൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടാം. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ചേർക്കരുത്. ഇനി വെള്ളം ചേർത്താൽ ഇത് കുഴഞ്ഞു പോകും. ഇത് നന്നായിട്ട് ഇളക്കി തോർക്കണം. ഈ അരപ്പും ഇടിച്ച ഈ ചക്ക എല്ലാം കൂടെ ഒന്ന് യോജിക്കണം.
ഇതിപ്പം ഇളക്കി യോജിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ചെറുതീയിൽ ഇതൊന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇത് അല്പം എരിവ് മുമ്പിൽ നിൽക്കണം ഇതിന്, ഈ തോരന്. അങ്ങനെ അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അല്പം കറിവേപ്പില ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് 2 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.